അമേരിക്കൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറായ ലെക്സ് ഫെഡിമാന് നൽകിയ അഭിമുഖത്തിൽ 3 മണിക്കൂർ നീണ്ട അഭിമുഖത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. 3-ാം ഊഴത്തിൽ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി ഈ കാലയളവിലൊന്നും രാജ്യത്തെ മാധ്യമപ്രവർത്തകരെ വിളിച്ചുകൂട്ടി ഒരു പത്രസമ്മേളനം നടത്തിയിട്ടില്ല. അതേസമയം അമേരിക്കയിൽ വെച്ച് കമ്പ്യൂട്ടർ എഞ്ചിനീയറുമായി 3 മണിക്കൂറിലേറെ നടത്തിയ ദീർഘ സംഭാഷണത്തിൽ അദ്ദേഹം പലതും പറഞ്ഞു. ഇന്ത്യ ചൈന ബന്ധത്തെക്കുറിച്ചും പാകിസ്ഥാൻ ഒരു ഭീകര രാജ്യമാണെന്നും ലോകത്തെവിടെ ഭീകര പ്രവർത്തനം ഉണ്ടായാലും അതിൻ്റെ അന്വേഷണം ചെന്നെത്തി നിൽക്കുന്നത് പാകിസ്ഥാനിലാണെന്നും ഗുജറാത്ത് കലാപം വളരെ ദുഃഖകരമായ ഒരു സംഭവമായിപ്പോയെന്നും എന്നാൽ താൻ ഉൾപ്പെടെയുള്ള ആളുകളെ കുറ്റവിമുക്തരാക്കി കോടതികളാണെന്നും അന്നത്തെ ഭരണകക്ഷിക്കാർ ഇപ്പോഴും അതിൻ്റെ പേരിൽ തങ്ങളെ വേട്ടയാടാൻ ശ്രമിക്കുന്നുണ്ടെന്നും എല്ലാം മോദി പറഞ്ഞു. അതേസമയം മോദി മറ്റൊരു കാര്യം പറഞ്ഞത് മഹാത്മാഗാന്ധിയുമായി തന്നെ താരതമ്യപ്പെടുത്തരുത് എന്നാണ്. ആലോചിച്ചു നോക്കൂ, രാഷ്ട്രപിതാവായ മഹാത്മജിയുമായി ആരെങ്കിലും പ്രധാനമന്ത്രി മോദിയെ താരതമ്യപ്പെടുത്തിയോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ താരതമ്യപ്പെടുത്താനുള്ള ഒരു സാദൃശ്യവും മഹാത്മാഗാന്ധിയും മോദിയുമായി ഇല്ല. കാരണം മഹാത്മാഗാന്ധി സ്വന്തം ജീവിതം തന്നെയാണ് തൻ്റെ സന്ദേശം എന്ന് തെളിയിച്ച മഹാത്മാവാണ്. നൂറ്റാണ്ടുകളായി നമ്മുടെ രാജ്യവും ലോകവുമെല്ലാം മഹാത്മജിയെ ആദരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അത്യപൂർവമായ ജീവിത ശൈലിയും സന്ദേശവും കൊണ്ടാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മഹാത്മജിയുമായി അടുത്തു നിൽക്കാനോ സാദൃശ്യപ്പെടുത്താനോ ഉള്ള ഒരു കാര്യവും നരേന്ദ്രമോദിയിൽ ആരും കാണുന്നില്ല. ദീർഘകാലം ഗുജറാത്ത് മുഖ്യമന്ത്രിയായും RSS പ്രചാരകനായും 10 കൊല്ലമായി പ്രധാനമന്ത്രിയായും എല്ലാം അദ്ദേഹം നമ്മെ ഭരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. മഹാത്മജിയാകട്ടെ ഒരു പഞ്ചായത്ത് മെമ്പറായി പോലും ഭരണ സംവിധാനത്തിൽ അധികാര സ്ഥാപനങ്ങളിൽ ഒരിക്കലും കടന്നുകൂടിയിട്ടില്ല. സ്വാതന്ത്ര്യം ലഭിച്ച ഉടൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നെ പിരിച്ചുവിടണം എന്ന് പറഞ്ഞ മഹാത്മാവായിരുന്നു മഹാത്മജി. അപ്പോൾ മോദി പറഞ്ഞത് മഹാത്മജിയുമായി തന്നെ താരതമ്യപ്പെടുത്തരുത്, മഹാത്മജി ഇനിയും അടുത്ത നൂറ്റാണ്ടിലും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനങ്ങൾ ചർച്ച ചെയ്യപ്പെടും എന്നാണ് പറഞ്ഞത്. എന്തായാലും മഹാത്മജിക്ക് മോദി നൽകിയ ഈ ഒരു സർട്ടിഫിക്കറ്റ് വലുതാണ്. പക്ഷേ ഒരാൾ മഹാനായ ഒരു മഹാത്മാവിനോട് തന്നെ താരതമ്യപ്പെടുത്തരുത് എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത്? മഹാത്മജിയെ പോലെ ആണ് താൻ എന്ന് പറയുന്നില്ലെങ്കിലും മഹാത്മജിയോളം വലിപ്പം തനിക്കുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. അതുതന്നെയാണ് തന്നെ മഹാത്മജിയുമായി താരതമ്യപ്പെടുത്തരുത് എന്ന് പറയാതെ മോദി പറയുന്നത്. മറ്റൊന്ന്, ആദ്യ തിരഞ്ഞെടുപ്പിൽ 2014 തിരഞ്ഞെടുപ്പിൽ പഴയ ചായക്കച്ചവടക്കാരനാണ് താൻ, ചായ അടിക്കുന്ന തൊഴിലാളിയായിരുന്നു താൻ എന്ന കഥ പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് മോദി കളം പിടിച്ചത്. ഇപ്പോൾ അദ്ദേഹം പുതിയ ഒരു കഥ പറഞ്ഞിരിക്കുകയാണ്. കുട്ടിക്കാലത്ത് തൻ്റെ ക്യാൻവാസ് ഷൂസ് വെള്ള ഷൂസായിരുന്നു. ആ വെള്ള ഷൂസിൽ അഴുക്ക് പുരളും. ആ അഴുക്ക് തുടച്ചു മാറ്റാനായി പോളിഷ് വാങ്ങാൻ കാശില്ലാത്തതുകൊണ്ട് അധ്യാപകർ വലിച്ചെറിയുന്ന ചോക്ക് കഷണങ്ങൾ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് ശേഖരിച്ചു കൊണ്ടുവന്ന് അത് വെള്ളത്തിൽ ചാലിച്ച് ആണ് തൻ്റെ ഷൂസ്
അദ്ദേഹം പോളിഷ് ചെയ്തിരുന്നു എന്നാണ് മോദിയുടെ പുതിയ കഥ. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത്, തൻ്റെ കുപ്പായം തേക്കാൻ ഇസ്തിരിപ്പെട്ടി വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ ചെമ്പ് പാത്രത്തിൽ ചൂടുവെള്ളം നിറച്ചാണ് അദ്ദേഹം വസ്ത്രങ്ങൾ തേച്ചിരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതും ഈ അഭിമുഖത്തിലാണ് പറഞ്ഞത്. ആലോചിച്ചു നോക്കൂ, കോടിക്കണക്കിന് വിദ്യാർത്ഥികൾ ഇന്നും ഷൂസ് ഇടാതെ, ചെരുപ്പിടാതെ സ്കൂളുകളിൽ പോകുന്നുണ്ട്. ഒരു ചെരുപ്പ് പോലും, ഒരു ഷൂസ് പോലും വാങ്ങാൻ കഴിയാത്ത ബാല്യങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഇസ്തിരിപ്പെട്ടി ഇന്നും ഒരു സ്വപ്നമായി മാത്രം കാണുന്ന കോടിക്കണക്കിന് വീടുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോഴാണ് തൻ്റെ ബാല്യകാലം, മോദിയുടെ ബാല്യകാലം എന്ന് പറയുന്നത് ആലോചിച്ചു നോക്കണം. 7 പതിറ്റാണ്ട് മുമ്പ് അദ്ദേഹത്തിന് ക്യാൻവാസ് ഷൂ ഉണ്ടായിരുന്നു. ആ ഷൂസിൻ്റെ നിറം വെളുപ്പായിരുന്നു. അത് പോളിഷ് ചെയ്യാൻ അദ്ദേഹം ചോക്ക് എടുത്തു എന്ന് മാത്രമാണ് അതിലെ വളരെ ഒളിഞ്ഞിരിക്കുന്ന സാഹസികത. ആലോചിച്ചു നോക്കൂ, രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി 10 കൊല്ലം രാജ്യം ഭരിച്ചിട്ടും നമ്മുടെ പട്ടിണിയും ദാരിദ്ര്യവും നമ്മുടെ തൊഴിലില്ലായ്മയും മാറ്റാൻ കഴിയാതെ തൻ്റെ ബാല്യകാലത്തെ ദാരിദ്ര്യത്തിൻ്റെ കഥകൾ പറഞ്ഞ് വീണ്ടും ജനശ്രദ്ധ നേടാൻ ശ്രമിക്കുകയാണ്. എത്ര ബാലിശമായ ഒന്നാണ് ഈ കഥ. കാരണം ഇത് കഥയല്ല. ഇന്നും ഇസ്തിരിപ്പെട്ടികളില്ലാത്ത, ചെരുപ്പിടാത്ത എത്രയോ മനുഷ്യർ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ, വിദ്യാർത്ഥികൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാത്ത ഒരു പ്രധാനമന്ത്രിയാണല്ലോ മോദി എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പഴങ്കഥ.